ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞതെങ്കിൽ വീട് വെക്കണോ വേണ്ടയോ. നമ്മുടെ കേരളത്തിൽ വലിയൊരു ചർച്ചയാണ് വീട് വെക്കണോ വേണ്ടെന്നുള്ളത്. ഇപ്പോൾ ആണെങ്കിൽ യൂട്യൂബ് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും, ഒരുപാട് ഫൈനാൻഷ്യൽ അഡ്വൈസേഴ്സ് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും വീട് വെക്കാൻ പാടില്ല, വീട് വെക്കുന്ന എപ്പോഴും ഫൈനാൻഷ്യൽ ഒരു മണ്ടത്തരമാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അല്ല, ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സൈഡിനെ പറ്റി അവർ ഒരിക്കലും സംസാരിക്കുന്നില്ല. നേരെ വന്നത് പറയുകയാണ് വീട് ഒരിക്കലും വെക്കാൻ പാടില്ല, വീടെന്ന് പറഞ്ഞാൽ എപ്പോഴും ഡിപ്രീസിയേറ്റിംഗ് ആൻഡ് അസറ്റാണ്, നിങ്ങൾ വീട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും വലിയ മണ്ടന്മാരാണ് ഇവിടെ വീട് വെക്കുന്നതൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു പ്രാക്ടിക്കാലിറ്റി എന്തുമാത്രമാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം പല ആൾക്കാരുടെയും സ്വപ്നമാണ് വീടെന്ന് പറയുന്നത്. അപ്പം പുറത്തെ രാജ്യങ്ങളും നമ്മുടെ രാജ്യം വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും പുറത്തെ രാജ്യത്തുള്ള ആൾക്കാർക്ക് ഒരു വീട് വാങ്ങി അല്ലെങ്കിൽ വീട് വെക്കുക എന്നുള്ളത് വലിയൊരു ഹെർക്കുലിയൻ ടാസ്ക്കാണ്. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ശമ്പള സ്കെയിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും അവിടുത്തെ വീടെന്ന് പറയുമ്പോൾ ഭയങ്കര കോസ്റ്റ്ലിയാണ്. അപ്പോൾ എൻ്റെ ഒരു കസിൻ ജർമ്മനിയുണ്ട്, പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചാൽ 130 വർഷം പഴക്കമുള്ളൊരു വീടാണ് അവിടെ ഉള്ളൊരു ഫ്രണ്ട് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ അത്രയും പൈസ മുടക്കിയിട്ടാണ് 130 വർഷമുള്ളൊരു വീട് മേടിച്ച്. അപ്പം നമ്മുടെ നാട്ടിലെ ഒരു സാലറി വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ട് നമ്മളിവിടെ വീട് വെക്കാൻ പറ്റും. വലിയ ആഡംബരമായിട്ടുള്ള വീട് വേണ്ട, ഒരു നോർമലി ഒരു വീട് മതി എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഏതൊരു സാധാരണക്കാരനും വീട് വെക്കാൻ പറ്റും. പിന്നെ ഈ ഫൈനാൻഷ്യൽ അഡ്വൈസേഴ്സ് സ്ഥിരം പറഞ്ഞൊരു സംഭവമാണ്, ഇതൊരു ഡിപ്രീസിയേഷൻ അസറ്റാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ വാടക കൊടുത്ത് ജീവിക്കുന്നതാണ് ഏറ്റവും നല്ലത്, വീട് വെക്കാൻ പാടില്ല. അതായത് പുറത്തെ രാജ്യങ്ങളിലാണെന്നുണ്ടെങ്കിൽ വാടക കൊടുത്ത് നിൽക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. പക്ഷേ നമ്മുടെ നാട്ടിൽ വരുമ്പോഴത്തേക്കും നമുക്ക് വലിയ പ്രശ്നമില്ലാതെ അഫോർഡബിളായിട്ട് ഇത് വെക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉള്ളപ്പോഴത്തേക്കും വാടക കൊടുത്ത് താമസിക്കുക എന്ന് പറയുന്നത് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കുന്ന സംഭവമാണ്. അതായത് ഇവർ പറഞ്ഞൊരു ഫൈനാൻഷ്യൽ കണക്കുണ്ട്, 25 വർഷത്തേക്ക് നിങ്ങൾ വാടക കൊടുക്കുന്ന കണക്കും അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ ലോണിൻ്റെ കണക്കും കൂടെ കൂട്ടി നോക്കിയാൽ ഓൾമോസ്റ്റ് സെയിം ആണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അത് ശരിയല്ല. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു വീട് ലോൺ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഡീഫോൾട്ടായിട്ടായിരിക്കും നിങ്ങൾ 25-26 രൂപ ഒക്കെ ആയിരിക്കും അതിൻ്റെ ഒരു കണക്ക് വരുന്നത്. അപ്പോൾ അടയ്ക്കേണ്ടി വരുന്നൊരു എമൗണ്ട്. പക്ഷേ നിങ്ങൾ വാടക താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ വാടക എന്ന് പറഞ്ഞാൽ എപ്പോഴും ഡീഫോൾട്ടായിട്ട് ഒരു എമൗണ്ട് ആയിരിക്കത്തില്ല. നമ്മുടെ നാട്ടിലെ ഇൻഫ്ലേഷനും മറ്റു കാര്യം പണപ്പെരുപ്പൊക്കെ കൂടിക്കൊണ്ടിരിക്കുക, അതനുസരിച്ച് വാടക കൊടുക്കുന്ന എമൗണ്ടും കൂടി വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ കൊടുക്കുന്ന വാടക ആയിരിക്കത്തില്ല 10 കൊല്ലം കഴിഞ്ഞ് കൊടുക്കാനുള്ളത്. അപ്പോൾ ആ ഒരു കണക്ക് ഒരിക്കലും ടാലി ചെയ്യത്തില്ല. അപ്പോൾ ഇത് പറയുന്ന ആൾക്കാരെന്ന് വെച്ചാൽ ഇവരൊരിക്കലും പ്രാക്ടിക്കൽ സൈഡ് ചിന്തിക്കുന്നില്ല. അവർക്കറിയാവുന്ന നോളജ് വെറുതെ അങ്ങ് പറയാം. ഇതൊക്കെ ഒരു നോളജ് തന്നെയാണ്, അല്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എല്ലാ നോളജിനും ഒരു പ്രാക്ടിക്കൽ സൈഡുണ്ട്. പ്രാക്ടിക്കാലിറ്റി മുൻനിർത്തി വേണം നമ്മളെപ്പോൾ എല്ലാ കാര്യം സംസാരിക്കാൻ. അപ്പം പുറത്തുള്ള ഒരു കണ്ടീഷൻ ആയിരിക്കത്തില്ല നമ്മുടെ നാട്ടിലെ കണ്ടീഷൻ ഇവിടെ. അപ്പോൾ അത് രണ്ടും ഒരേപോലെ കാണാൻ പറ്റത്തില്ല. പുറത്തെ നാട്ടിലെ കൾച്ചറും നമ്മുടെ നാട്ടിലെ കൾച്ചറും ഒരിക്കലും കമ്പയർ പോലും ചെയ്യാൻ പറ്റത്തില്ല. അവിടെ എല്ലാത്തിനും അതിൻ്റെതായിട്ട് രീതികളുണ്ട്, നമ്മുടെ നാട്ടിൽ അതിൻ്റെതായ രീതികളുണ്ട്. പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ പുറത്തൊക്കെ ന്യൂക്ലിയർ ഫാമിലീസാണ് കൂടുതലുള്ളത്. അതായത് അപ്പനും അമ്മയും മക്കളുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവർ വേറെ വീടെടുത്ത് താമസിക്കും. പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. ഒരു വീടുണ്ടെന്നുണ്ടെങ്കിൽ 2 മക്കളാണെന്നുണ്ടെങ്കിൽ ആ മക്കളാണെങ്കിൽ അവരവിടെ തന്നെ ആയിരിക്കും താമസിക്കാൻ പോകുന്നത്. അതായത് പുതിയ വീടെടുത്ത് താമസിക്കുന്ന ഒരു പരിപാടി നമ്മുടെ നാട്ടിലില്ല. അപ്പോൾ ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് ഗുണമുള്ള സംഭവമാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ ജോയിൻറ്റ് ഫാമിലിയൊക്കെ പണ്ട് തൊട്ടേ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് വീട് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫാമിലീസൊക്കെ കുറച്ച് അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കാനുള്ള സാധ്യതകളും കൂടുതലാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ വീട് വെക്കുന്ന ഒരു മണ്ടത്തരമാണെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഫാമിലീസിനെ ഒന്നിച്ച് ചേർത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു വീടിനൊരു പ്രാധാന്യമുണ്ട്. പിന്നെ ഇതിൻ്റെ കുറച്ച് ബെനിഫിറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ വീടുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അറിയാമല്ലോ, കല്യാണം മറ്റു കാര്യങ്ങളൊക്കെ വെളിരാജ്യത്തെന്ന് പറയുമ്പോഴത്തേക്കും കല്യാണമൊക്കെ ഒരു പാർട്ട്ണറിന് ഇഷ്ടമുള്ള ആളെ കണ്ടുപിടിക്കുന്നു, ഒരാൾക്ക് ഇഷ്ടമുള്ള ആളെ കണ്ടുപിടിക്കുന്നു. അവർക്ക് അവരുടെ പേരൻസിനാണെങ്കിലും പ്രത്യേകിച്ച് അതിനകത്ത് ഒന്നും ചെയ്യാനൊന്നുമില്ല. അവർക്ക് ഇഷ്ടമാണെങ്കിൽ അവർ ഒരുമിച്ച് താമസിക്കും. അതാണ് അവിടുത്തെ ഒരു ശൈലി. പക്ഷെ നമ്മുടെ ഇവിടെ എന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമല്ല. നമ്മളിവിടെ കല്യാണം എന്ന് പറയുന്നത് ഇപ്പോഴും ഭയങ്കര കോംപ്ലിക്കേറ്റഡ് സംഭവമാണ്. അതായത് വലിയ ആഡംബരം കാണിച്ച് കല്യാണം കാണിക്കുന്നു. പിന്നെ ഇപ്പോൾ ഒരു പെണ്ണ് കെട്ടണ പോലെ ഇവിടെ വീടും കൂടിയും വേണം. ഇവിടെ ഒരു അത്യാവശ്യം നല്ല സെറ്റിലായിട്ടുള്ള ജോലി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇവിടെ പെണ്ണ് കെട്ടത്തുള്ളൂ. അതാണ് ഇവിടുത്തെ ഒരു വാസ്തവം. കാരണം അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഫാമിലീസാണ് ഈ കാര്യങ്ങൾ മൊത്തം ഇപ്പോഴും ചെയ്യുന്നത്. അല്ലാതെ ഒരു 18 വയസ്സ് ചെയ്യുന്ന ഒരാൾക്ക് കല്യാണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടെന്ന് പറഞ്ഞാലും പലരും ഇപ്പോഴും ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫാമിലീസ് വെച്ചാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. മാട്രിമോണി സൈറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സംഭവം നിങ്ങൾ നോക്കണം. അപ്പം നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ ഈ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഭയങ്കര സംഭവം തന്നെയാണ് നമ്മുടെ നാട്ടിൽ. ഇപ്പോൾ സ്റ്റാറ്റസ് വൈസ് നോക്കിയാൽ പോലും വീടുള്ളത് നല്ലതാണ്. ഒരു നല്ല കല്യാണം കിട്ടണമെങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ വീടുള്ളതെന്ന് വേണം. അപ്പോൾ നമ്മുടെ നാട്ടിൽ വീട് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഒരു കല്യാണമൊക്കെ ആൾക്കാർ നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനകത്തൊരു പ്രധാന സംഭവം തന്നെയാണ് വീട്. അതുകൊണ്ട് നമുക്ക് പുറത്തെ കാര്യങ്ങളും നമ്മുടെ നാട്ടിലെ സംഭവം വെച്ചിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഫൈനാൻഷ്യലി മാത്രം നമ്മൾ ചിന്തിക്കാൻ പാടില്ല. ചില കാര്യത്തിൽ നമുക്ക് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കൂടുതലായിരിക്കും. ഫൈനാൻഷ്യലി മാത്രം നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ ഈ ഫൈനാൻഷ്യൽ അഡ്വൈസേഴ്സ് പറഞ്ഞ പോലെ കംപ്ലീറ്റ്ലി ഫൈനാൻഷ്യലായിട്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റുന്നൊന്നുമില്ല. ഇവിടെ നമ്മുടെ നാട്ടിൽ വീട് തരുന്നൊരു സെക്യൂരിറ്റി വളരെ വലുതാണ്. അതായത് നമ്മളിപ്പോൾ വാടകയ്ക്കാണ് താമസിക്കുന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ വാടകക്കാരനെ ഇറക്കി വിടാം നമ്മളെ. പ്രത്യേകിച്ച് ഗ്യാരണ്ടി ഒന്നുമില്ല. നമ്മളൊരു വീടും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ പൊരുത്തപ്പെട്ട് വരുമ്പോഴത്തേക്കും അവിടെ വാടക താമസിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഉറപ്പായിട്ട് ഇറക്കി വിടാൻ പറ്റും. അപ്പോൾ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെയായിട്ടൊരു പേഴ്സണൽ സ്പേസ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും വീടാണ്. അപ്പോൾ ആ വീടിനോട് നമുക്കൊരു സെൻറ്റിമെൻ്റൽ അറ്റാച്ച്മെൻറ്റ് ഉറപ്പായിട്ടും ഉണ്ട്.
അപ്പം നമ്മുടെ നാട്ടിൽ അറിയാം, നമുക്ക് വീടുള്ളപ്പോഴത്തേക്കും നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടിരിക്കുന്ന സ്ഥലങ്ങളും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സേഫ് ആയിട്ടിരിക്കുന്നതും നമുക്ക് എന്തെങ്കിലും റിലാക്സ് ചെയ്യാൻ പറ്റുന്ന സ്ഥലവും അതെല്ലാം നമ്മുടെ വീട് തന്നെയാണ്. വീട്ടിൽ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമുണ്ട്, അതല്ലെന്ന് പറയാൻ പറ്റത്തില്ല. അത് നമ്മുടെ നാടിൻ്റെ ഒരു കൾച്ചറിൻ്റെ പ്രത്യേകത അതാണ്, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഇത്രയും പൈസ മുടക്കി വീട് വെച്ച് കഴിഞ്ഞാൽ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് മറ്റൊരു വാടക വീട് തരുന്നതിനേക്കാൾ കൂടുതൽ കുറച്ച് എസ്തെറ്റിക് ഫീലുകളും പിന്നെ നമുക്ക് കുറച്ച് കംഫോർട്ട് പിന്നെ കുറച്ച് പീസ് ഓഫ് മൈൻഡ് അങ്ങനെ കുറേ സാധനങ്ങൾ നമുക്ക് തരുന്നുണ്ട്. പിന്നെ കുറച്ച് പ്രഷർ കുറയും. സ്വന്തമായിട്ട് വീടുള്ളപ്പോൾ നമുക്ക് കുറച്ച് പ്രഷർ കുറവായിരിക്കും. പിന്നെ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും നമുക്ക് നമ്മുടെ വീടുണ്ടല്ലോ എന്നൊരു ചിന്താഗതി ഉള്ളപ്പോഴത്തേക്ക് നമുക്ക് എന്ത് പ്രശ്നമുണ്ട് നമ്മുടെ വീട്ടിലോട്ട് തിരിച്ചു വരാം. വീട്ടിലോട്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് അതിനായിട്ടൊരു പ്രത്യേക ഫീലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ പീസ് ഓഫ് മൈൻഡ്, സേഫ്റ്റി, സ്റ്റാറ്റസ് ഈ വക കാര്യങ്ങളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വീടുള്ളത് തന്നെയാണ് ഏറ്റവും നല്ലത്. പിന്നെ ഈ വീട് ഡിപ്രീസിയേറ്റിംഗ് അസറ്റാണെന്ന് പറയുമ്പോഴും നിങ്ങൾ നോക്കുക, നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാർ പുറത്തോട്ട് പഠിക്കാൻ പോയിട്ടുണ്ട്. ഈ പുറത്തോട്ട് പഠിക്കാൻ പോയിട്ട് 90% ആളുകളും വീട് ഈട് വെച്ചിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വീടൊരു മോശം സംഭവം എന്ന് പറയാൻ പറ്റത്തില്ല. സാധാരണക്കാരനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഏറ്റവും ബെസ്റ്റ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ് വീട്. ഒരുപാട് ആഡംബര വീട് കെട്ടിപ്പോക്കാതെ നോർമലി ഒരു വീടുണ്ടെന്നുണ്ടെങ്കിൽ ആ വീട് അത്യാവശ്യം ഒരു ഈടൊക്കെ ആയിട്ടും വർക്ക് ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് വീടൊരിക്കലും മോശം എന്ന് പറഞ്ഞില്ല. ഇപ്പം വീട് ഇല്ലായിരുന്നെങ്കിൽ അവരെന്ത് പണയം വെച്ചേനെ എന്നൊരു ചോദ്യമുണ്ട്. പുറത്തോട്ട് പഠിക്കാൻ പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി പോലും ഉണ്ടാക്കി തരുന്ന വീടുള്ളതുകൊണ്ടാണ്. അപ്പോൾ വീടിനെ ഒരിക്കലും നമ്മുടെ നാട്ടിൽ ഡിപ്രീസിയേഷൻ അസറ്റായിട്ട് പറയേണ്ട കാര്യമില്ല. നമ്മുടെ നാട്ടിൽ വീട് വെക്കുന്നൊരു എമൗണ്ട് ഒരു 10-20 ലക്ഷം രൂപ എന്ന് വിചാരിക്കുക. പുറത്ത് പോയി കഴിഞ്ഞാൽ ഒരു 2-3 കൊല്ലം വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ആ എമൗണ്ട് ഉണ്ടാക്കാനേ ഉള്ളൂ. പക്ഷേ പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് അവർ വേറെ സ്ഥലത്ത് പോയി വർക്ക് ചെയ്താൽ പോലും അവർക്ക് അത്ര ഒരു വീട് വെക്കാനുള്ള എമൗണ്ട് കിട്ടത്തില്ല. അപ്പം നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് നാൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു വീടൊക്കെ കെട്ടിപ്പൊക്കാൻ പറ്റും. അതുകൊണ്ട് പുറത്ത് പോയി വർക്ക് ചെയ്യുന്ന ആൾക്കാരെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിൽ വീട് പണിയെന്നുള്ളത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല. പിന്നെ നമ്മുടെ നാട്ടിൽ ജോലിയുള്ള ആൾക്കാർക്കും വാടക കൊടുത്ത് കുറേ കാലം ജീവിക്കുന്നതൊക്കെ ഭേദം വീട് വെക്കുന്നത് തന്നെയാണ്. കാരണം വാടക എന്ന് പറഞ്ഞ എമൗണ്ട് കൂടിക്കൂടി വരും. വാടക കൂടിക്കൂടി വരുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിൽ അതനുസരിച്ചൊരു പേയിങ് സ്കെയിലില്ല. നമ്മുടെ നാട്ടിലെ സാലറി ഭയങ്കര കുറവായതുകൊണ്ടാണ് പല ആൾക്കാരും ഇവിടുന്ന് പുറത്തോട്ട് പോയിട്ട് പഠിക്കാൻ പോയിട്ട് തിരിച്ചു വരാതിരിക്കുന്നത്. അവിടെ PR എടുത്ത് സെറ്റിൽ ആകുന്ന പ്രധാന കാരണം നമുക്ക് ഇത്രയും എഡ്യൂക്കേഷൻ സെറ്റപ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഇവിടെ അതനുസരിച്ചുള്ള സാലറി കുറവാണ്. അതുകൊണ്ടാണ് പല ആൾക്കാരും പുറത്തോട്ട് പോയിട്ട് തിരിച്ച് വരാം. പിന്നെ അവിടുത്തെ ഫെസിലിറ്റിയും കാര്യങ്ങളായിട്ട് പല ആൾക്കാരും പൊരുത്തപ്പെട്ട് പോകുമ്പോൾ നാട്ടിലോട്ട് പോരാൻ തോന്നുന്നില്ല. അത് വേറൊരു കാര്യം. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഒരു ചെറിയ വീട് വെച്ച് താമസിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇപ്പോൾ അത് ഓരോരുത്തരുടെ ചോയ്സാണ് എന്ത് ചെയ്യണം എന്നുള്ളത്. പക്ഷേ ഒരുപാട് ഫൈനാൻഷ്യൽ അഡ്വൈസേഴ്സ് ഒരുപാട് മിസ്ലീഡിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾ ഒരിക്കലും വീട് വെക്കാൻ പാടില്ല. വീട് വെക്കുന്ന പൈസ നിങ്ങൾ വേറൊരു സ്ഥലത്ത് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യൂ. സപ്പോസ് നിങ്ങൾക്ക് നല്ലൊരു ഇൻവെസ്റ്റർ അല്ല എന്ന് വിചാരിക്കുക. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നൊരു മോശമായ സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അതിൻ്റെ ലാഭം കിട്ടത്തില്ല, നഷ്ടം ഉണ്ടാകുന്നത്. നിങ്ങൾ അത്രയും പൈസ കൂട്ടി വെച്ചിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനകത്ത് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തു എന്നിരിക്കട്ടെ, നിങ്ങൾ ഫൈനാൻഷ്യലി അത്രയ്ക്ക് നോളജുള്ള ഒരാളായിരിക്കത്തില്ല. പക്ഷേ ഇതുപോലത്തെ ആൾക്കാരുടെ അഡ്വൈസ് കേട്ടിട്ട് നേരെ കൊണ്ട് വേറൊരു സെഗ്മെൻറ്റിൽ കൊണ്ട് പൈസ ഇട്ട് കഴിഞ്ഞാൽ സപ്പോസ് ആ പൈസ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അങ്ങനെ ചോദ്യമുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഫൈനാൻഷ്യലി നല്ല രീതിയിൽ അറിയുന്ന ഒരാളായിരിക്കണം. അതുകൊണ്ട് ഫൈനാൻഷ്യൽ അഡ്വൈസ് എടുക്കുമ്പോൾ എപ്പോഴും ഒരു പ്രാക്ടിക്കൽ നോളജുള്ള ആളുടെ അഡ്വൈസ് തന്നെ എടുക്കുക. അല്ലാതെ സോക്കോൾഡ് ആൾക്കാരുടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അവർ ചുമ്മാ ഫൈനാൻഷ്യലി മാത്രം സംസാരിക്കും, പ്രാക്ടിക്കലി അവരൊരിക്കലും സംസാരിക്കത്തില്ല. അപ്പം മെജോറിറ്റി ആൾക്കാർ ഇതാണ്. നമ്മുടെ നാട്ടിൽ യൂട്യൂബ് ഒരു മൈക്കിങ് കിട്ടിയാൽ എല്ലാവരും എല്ലാം ഇങ്ങനെ വിളിച്ച് പറഞ്ഞ സംഭവം. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ യൂട്യൂബിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഇങ്ങനത്തെ ഫൈനാൻഷ്യൽ അഡ്വൈസേഴ്സ് കാണും. ഇവർക്കൊക്കെ എത്രമാത്രം പ്രാക്ടിക്കൽ മൈൻഡ് ഉണ്ടെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് നിങ്ങൾ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസർ ഉറപ്പായിട്ടും കാണുക. എന്നിട്ട് ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ വീട് വെക്കാൻ പറ്റും, നിങ്ങളുടെ ആഗ്രഹം വീട് വെക്കണം എന്നാണെങ്കിൽ നിങ്ങൾ വീട് വെക്കുക തന്നെ ചെയ്യുക. പക്ഷേ അതെങ്ങനെ ഏറ്റവും ഫൈനാൻഷ്യലി നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ ചിന്തിക്കുക. അല്ലാതെ വല്ലവരും വാക്ക് കേട്ടിട്ട് വീട് വെക്കാനിരുന്ന ഒരാൾ വീട് വെക്കുന്നതിൻ്റെ മണ്ടത്തരമെന്ന് പറഞ്ഞു കേട്ടിട്ട് ഉറപ്പായിട്ട് ആ പൈസ കൊണ്ട് വേറെ സ്ഥലത്ത് കൊണ്ട് ഇറക്കി കഴിഞ്ഞാൽ അവസാനം അതുമില്ല, വീടും ഇല്ലാത്ത അവസരമായിട്ട് വരും. അപ്പോൾ ആ ഒരു മണ്ടത്തരം ഒരിക്കലും കാണിക്കാൻ പാടില്ല. ഡിപ്രീസിയേഷൻ അസറ്റ് ആയിക്കോട്ടെ, കുഴപ്പമില്ല, എന്നാൽ പോലും നിങ്ങൾക്ക് വീടിന് മിനിമം ഗ്യാരണ്ടി വീടിന് തരാൻ പറ്റും. അപ്പം നമ്മുടെ നാട്ടിൽ വീട് പോലും വെക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരാളെന്ന് പറയുമ്പോഴത്തേക്കും അയാൾക്ക് ഫൈനാൻഷ്യലി ഉള്ള കാഴ്ചപ്പാടെന്ന് പറയുമ്പോഴത്തേക്കും അത്ര അടിപൊളിയൊന്നും ആയിരിക്കത്തില്ല. ഈ ബിസിനസ്സുകാരുടെ ലെവലുള്ള ഫൈനാൻഷ്യൽ ചിന്താഗതിയൊന്നും ആയിരിക്കത്തില്ല അവർക്ക്. അതുകൊണ്ട് വീട് വെക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ഉറപ്പായിട്ടൊരു ഫൈനാൻഷ്യൽ അഡ്വൈസർ, ബോധമുള്ളൊരു ഫൈനാൻഷ്യൽ അഡ്വൈസറെ കണ്ടിട്ട് എങ്ങനെ വെക്കാൻ പറ്റും, എൻ്റെ ആഗ്രഹം ഇങ്ങനെയാണ്, എനിക്ക് വീട് വെച്ചേ പറ്റത്തുള്ളൂ, അതുകൊണ്ട് എനിക്ക് എങ്ങനെയാണ് നല്ല രീതിയിൽ വെക്കാൻ പറ്റുന്നത്, അങ്ങനെയുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് അഡ്വൈസ് എടുക്കുക. അല്ലാതെ യൂട്യൂബിനകത്തൊക്കെ ഇരുന്ന് മൈക്ക് കിട്ടി എന്തും വിളിച്ച് പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ട് വീട് വെക്കുന്ന പൈസ കൊണ്ട് വേറെ ഏതെങ്കിലും സെഗ്മെൻറ്റിൽ കൊണ്ട് ഇറക്കി കഴിഞ്ഞാൽ അവസാനം നഷ്ടം നിങ്ങൾക്ക് മാത്രമായിരിക്കും. അപ്പം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹങ്ങളാണ് ഒരു മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വീട് വെക്കാൻ ആഗ്രഹം എന്നുണ്ടെങ്കിൽ എങ്ങനെ ഏറ്റവും അടിപൊളിയായിട്ട് വീട് വെക്കാം എന്നുള്ള രീതിയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അല്ലാതെ വീട് വെക്കുന്നത് മണ്ടത്തരമാണെന്ന് പറയുന്ന ആൾക്കാരുടെ അഡ്വൈസ് ഒരിക്കലും കേൾക്കാതിരിക്കുക. നിങ്ങൾക്ക് വീട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട് വെക്കുക തന്നെ മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു നല്ല വീഡിയോ ഞാൻ ഈയിടെ കണ്ടായിരുന്നു. നമ്മുടെ ഷാരിഖ് സംസിൻ്റെ വീഡിയോ ആണ്. ഷാരിഖ് സംസിന് പണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ പുള്ളി അത് കറക്റ്റ് ചെയ്തുകൊണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് വീട് നമ്മുടെ നാട്ടിൽ വെക്കുന്നതിൻ്റെ പ്രാധാന്യം, അതിനെപ്പറ്റി നല്ല ക്ലാരിറ്റിയോട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ എന്ന് പറഞ്ഞാൽ പല ആൾക്കാർക്കും ഐ ഓപ്പണിംഗ് ആയിരിക്കും. അതായത് പുള്ളി കൃത്യമായിട്ട് അതിൻ്റെ പോയിന്റ് പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെ നീഡ്സ് വേണം, എന്തൊക്കെയാണ് നിങ്ങളുടെ
ആവശ്യങ്ങൾ അതെല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് വീട് വേണോ വീട് വേണ്ടയോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. എന്നിട്ട് എങ്ങനെ ഫൈനാൻഷ്യലി അടിപൊളിയായിട്ട് വീട് വെക്കാം അങ്ങനെ കാര്യത്തെ പറ്റി ഒരു അടിപൊളി വീഡിയോ പുള്ളി ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്ത ആൾക്കാർ ഇത് കണ്ടു നോക്കുക. നല്ലൊരു വീഡിയോ ആണ്. അല്ലാതെ ഇങ്ങനെ മറ്റുള്ള ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ വീട് വെക്കരുത്, വീട് വെക്കുന്ന മണ്ടത്തരമാണ്. അപ്പോൾ ഇവർ മണ്ടത്തരമാണ് ഫൈനാൻഷ്യലി മണ്ടത്തരമാണെന്ന് ഇവർ പറയുന്നുണ്ട്. പക്ഷേ അത് ഒരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പ്രോപ്പറായിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളത് അവർ എന്ത് പറയുന്നില്ല. അതാണ് പറഞ്ഞത്. ഇത് മണ്ടത്തരമാണെങ്കിൽ മണ്ടത്തരം അല്ലാത്തൊരു ഓപ്ഷൻ എന്താണ്? അതാണ് എനിക്ക് വീട് വെക്കണം, പക്ഷേ അത് മണ്ടത്തരം അല്ലാതെ ചെയ്യേണ്ട ഓപ്ഷൻ അങ്ങനെ ചോദിച്ചാൽ പല ആൾക്കാരും പറയത്തില്ല. ഇവിടെ കിട്ടിയോ? അപ്പോൾ അവർ പ്രാക്ടിക്കൽ നോളജ് വളരെ കുറവുള്ള ആൾക്കാർ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കല്ലേ. അതാണ് അതിൻ്റെ ഒരു സംഭവം. അപ്പോൾ കുറച്ച് ബോധമുള്ള ആൾക്കാരൊക്കെ കൺസൾട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് പ്രാക്ടിക്കലാകുക. നമ്മുടെ നീഡ്സ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് എന്തൊക്കെ ചെയ്താലാണ് നമുക്കൊരു ലൈഫിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ആലോചിക്കുക. അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാർക്കൊക്കെ വീടും കാറും ഒക്കെ ഉള്ള ആൾക്കാരാണ്. അവർ ഫൈനാൻഷ്യലായിരിക്കും ചെയ്യുന്ന കാര്യങ്ങൾ, അതൊക്കെ ഓക്കെ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും പല ആൾക്കാർക്ക് മിസ്ലീഡിങ് ആയിട്ടാണ് എത്തുന്നത്. അപ്പോൾ ഇത് കേട്ടിട്ട് ഒരുപാട് ആൾക്കാർ നല്ലൊരു വീടൊക്കെ വെക്കാനിരിക്കുന്ന ആൾക്കാർ പ്ലാനിങ് ഒക്കെ മാറ്റുന്നുണ്ട്. ഇപ്പോൾ ഒരു വീട് വെക്കാൻ താല്പര്യമുള്ള ആൾക്കാർ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് ആദ്യമേ വരുന്ന ഈ സംഭവങ്ങളൊക്കെ വീട് ഒരിക്കലും വെക്കാൻ പാടില്ല. അപ്പം ഇതാണ് കൂടുതലും ഇങ്ങോട്ട് വരുന്ന വീഡിയോസ്. അപ്പം പല ആൾക്കാർ ഇത് കണ്ടിട്ട് വീട് വെക്കുന്നതിന് മണ്ടത്തരാന്ന് വിചാരിച്ചിട്ട് അവർ വേറെ എന്തെങ്കിലും സ്ഥലത്ത് കൊണ്ട് പൈസ ഇറക്കി കഴിഞ്ഞാൽ അവർക്ക് നഷ്ടം വരത്തില്ലേ? അപ്പം 100-ൽ ഒരാളേലും അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അയാൾ ചെയ്യുന്നൊരു തെറ്റാണെന്ന് അയാൾക്ക് മനസ്സിലാകണം. ഇതിൻ്റെ ഒരുപാട് ഡെപ്തായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോക്കകത്ത് പറയുന്നില്ല. അതായത് ജസ്റ്റ് എൻ്റെ ഒരു അഭിപ്രായം ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. പല ആൾക്കാർക്കും ചിലപ്പോൾ ഇത് ഉപകാരപ്പെട്ടേക്കാം, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞൊരു ഐഡിയ ഉണ്ട്. അതായത് വീട് വെക്കണമെന്നുണ്ടെങ്കിൽ ലോൺ എടുക്കുക, വീട് വെക്കുക, എന്നിട്ട് നല്ലൊരു കല്യാണം കഴിക്കുക. എന്നിട്ട് കല്യാണത്തിനകത്ത് കിട്ടുന്ന സ്ത്രീധനം വെച്ചിട്ട് വീടിൻ്റെ അടവ് അടച്ച് തീർക്കുക. അപ്പം വീടും കിട്ടും, പെണ്ണും കിട്ടും. ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ മലയാളികൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. ഇതൊന്നും അനുകരിക്കാൻ പോകരുത്, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പം വീട് വെക്കാൻ ഇഷ്ടം പോലെ വഴിയുണ്ട് നമ്മുടെ നാട്ടിൽ. പക്ഷേ സ്ത്രീധനം വാങ്ങുന്ന കുറ്റവാളിയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. എന്നാലും നമ്മുടെ നാട്ടിൽ ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ്. അതുകൊണ്ട് അവനെ കുറ്റം പറയാനും പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്കായാലും വീട് വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ഒരു നല്ലൊരു കൺക്ലൂഷൻ എത്തിച്ചേരാൻ വേണ്ടി അവരെ ഈ വീഡിയോ സഹായിക്കുമായിരിക്കും. പിന്നെ വേറെ ടോപ്പിക്കുണ്ട്, ഐഫോൺ എങ്ങനെയാണ് നമ്മുടെ നാട്ടിനെ മുടിപ്പിക്കുന്നത്. അത് അടുത്ത വീഡിയോക്കകത്ത് ഞാൻ ചെയ്യാം. അതായത് ഈ വീടിൻ്റെ പോലത്തെ സംഭവമാണ് ഈ ഐഫോൺ എന്ന് പറയുന്നത്. ആൾക്കാരെല്ലാം ഭയങ്കര ക്രേസ് പിടിച്ചതിൻ്റെ പുറകെയാണ് ഒരു ഷോ ഓഫ് കാണിക്കാൻ വേണ്ടി. ഈ ഷോ ഓഫ് വന്ന് പല ആൾക്കാർക്ക് ഇപ്പോൾ ഐഫോൺ എടുക്കാൻ തന്നെ മടിയാണ്. കാരണം ഐഫോൺ എടുക്കുന്നതിന് ഒരു ജാടത്തിൻ്റെയായിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഷോ ഓഫ് കാണിക്കുന്നതിനായിട്ടാണ് കാണുന്നത്. ആവശ്യമുണ്ടെങ്കിൽ പോലും ആൾക്കാർ ഇപ്പോൾ ഐഫോൺ എടുക്കാത്ത അവസരമായിട്ട് മാറിയിരിക്കുക. അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഷോ ഓഫൊക്കെ കാണിക്കുന്നത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എപ്പോഴും ഫൈനാൻഷ്യലി ബുദ്ധിപരമായിട്ട് മാത്രമേ ഷോ ഓഫ് കാണിക്കുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഒരു വെട്ടിച്ചെന്ന് ചാടാൻ തന്നെയാണ് കൂടുതലും സാധ്യത. അതുകൊണ്ട് ഈ വക കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ താല്പര്യമുള്ള വിഷയങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻറ്റായിട്ട് അറിയിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ ആയിട്ടുള്ള പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയുന്നതായിരിക്കും. ഇതൊക്കെ ട്രേഡിങ് സംബന്ധമായിട്ട് വിഷയമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, എന്നാലും പല ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന സംഭവമല്ലേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഹാപ്പി ട്രേഡിംഗ്, ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.